രാമൻ നായരെ രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. ദുരന്ത കണക്ക് വിവാദത്തിൽ സർക്കാരിന്റെ വിശ്വാസത തകർക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അസത്യ പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ എന്തോ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇത് ഒരു ലക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കുക അതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ. കേന്ദ്ര സഹായം വൈകുന്നത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരാണ് വിവാദത്തിന് പിന്നിലെന്നും ആരോപണം. വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് അറിയാമല്ല. കേന്ദ്ര സഹായം എന്താണ് ലഭിക്കാത്തതെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കണക്ക് കൃത്യമല്ല, അല്ലെങ്കിൽ ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുതുന്ന ചിലരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ. തീരെ ഇഷ്ടമല്ല. വസ്തുത ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ അവതരിപ്പിക്കണം. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അതൊന്നും സർക്കാർ ഒളിച്ചോടാൻ പറ്റില്ല. അത് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. നിങ്ങളിപ്പോൾ ഈ ന്യായീകരണം പറയുന്നത് വിശ്വാസയോഗ്യമായ ന്യായീകരണമല്ല. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്.